ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 13 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്ത ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, രജിത് ദേവ് ആണ്. ആരാണ്? രജിത് ദേവ് ആണ്. അപ്പോഴെന്താണ്, നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് മത്സരം ആരംഭിച്ചു. ഇതിലെ ഔദ്യോഗിക ആൽബം നമുക്കറിയാവുന്നതാണ്. അതിലാകെ എത്രയാണ്? 18 ഗാനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ആൽബത്തിൽ 18 ഗാനങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഗാനം എന്താണ്? സിർ എന്നുള്ള ഒരു ഗാനമുണ്ട്. സിർ എന്നുള്ള ഗാനമുണ്ട്. അപ്പോൾ ഈ ഒരു ഗാനത്തിന്റെ നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, രജിത് ദേവ് ആണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, മാത്രമല്ല ഒരു മലയാളി കൂടിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ മുംബൈ ആസ്ഥാനമായിട്ട് വഹിച്ചു വരുന്ന ഈ ഒരു ഇന്ത്യക്കാരൻ രജിത് ദേവ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിൽ ഒരു ഗാനത്തിന് നൃത്ത സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ്. ആരാണ്? രജിത് ദേവ്. അപ്പൊ നമുക്ക് ഫിഫ വേൾഡ് കപ്പ് നമുക്ക് അറിയാവുന്നതാണ്. വേദിയൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ വരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേദി എവിടെയാണ്? മെക്സിക്കോ, അതേപോലെ അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ് വേദിയായിട്ട് വരുന്നത്. അപ്പോൾ ഔദ്യോഗിക ആൽബത്തിലെ ഒരു ഗാനത്തിന്റെ നൃത്ത സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യക്കാരൻ ആരെന്ന് പറഞ്ഞു, രജിത് ദേവ് ആണ്. ഇനി ഔദ്യോഗിക ഗാനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഢായ് ഢായ് എന്നുള്ളതാണ് ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത്. ഇനി ഔദ്യോഗിക പന്ത് എന്താണ്? 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രയോണ്ട എന്നുള്ള പന്താണ്. ഇനി ഫിഫ സ്ഥാപിതമായ വർഷം എന്നാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1904 എന്താണ് ഫിഫ സ്ഥാപിതമായത്. അങ്ങനെയാണെങ്കിൽ ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ചാണ്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് ഫിഫയുടെ ആസ്ഥാനമാവുന്നത്. ഇനി ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഒന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. ജിയാനി ഇൻഫാന്റിനോയാണ്. ആരാണ്? ജിയാനി ഇൻഫാന്റിനോയാണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ്. അപ്പൊ നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? രജിത് ദേവ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആഗോള സമാധാന സൂചിക 2026 ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കാം. ഐസ്ലൻഡ് ആണ് ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ് ആണ്. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇനി 3ാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലാൻഡ് ആണ് 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 1ാം സ്ഥാനത്ത് ഐസ്ലൻഡ് എന്ന് പറഞ്ഞു, 2ാം സ്ഥാനത്ത് ന്യൂസിലൻഡ് ആണ്. ഇനി 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇനി ഇന്ത്യയുടെ റാങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ റാങ്ക് നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കണം. 127 ആണ്. എത്രയാണ്? 127ാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 127ാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ PSC ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ആഗോള സമാധാന സൂചിക അല്ലെങ്കിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. 127ാം സ്ഥാനത്താണ് 2026 ഈ ഒരു സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് വസ്തുതയാണ് ശ്രീലങ്കയുടെ റാങ്ക് എത്രയാണെന്ന്. ശ്രീലങ്കയുടെ റാങ്ക് ആദ്യം നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. ശ്രീലങ്ക എത്രാം സ്ഥാനത്താണ്? 67ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 14 സ്ഥാനങ്ങൾ മുന്നേറിയാണ് 67ാം സ്ഥാനത്തേക്ക് ആര് വന്നിരിക്കുന്നത്? ശ്രീലങ്ക വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 14 നേരത്തെ ഉണ്ടായിരുന്നവ കഴിഞ്ഞ വർഷത്തിനേക്കാളും 14 സ്ഥാനങ്ങൾ മുന്നേറിയാണ് ശ്രീലങ്ക ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്, 67ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ശ്രീലങ്കയിൽ അടുത്തിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു ആഗോള സമാധാന സൂചികയിൽ 67ാം സ്ഥാനത്ത് ആർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ശ്രീലങ്കയ്ക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ദക്ഷിണേഷ്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ദക്ഷിണേഷ്യയിൽ ആഗോള സമാധാന സൂചികയിൽ 2ാം സ്ഥാനത്താണ് ശ്രീലങ്ക വന്നിരിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ ഈ ഒരു ആഗോള സമാധാന സൂചികയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് ശ്രീലങ്ക വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് ഭൂട്ടാനാണ്. ദക്ഷിണേഷ്യയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഭൂട്ടാൻ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ആഗോള തലത്തിൽ നോക്കുകയാണെങ്കിൽ 16ാമത്തെ സ്ഥാനത്താണ്, 16ാം റാങ്കാണ് ഭൂട്ടാൻ ഉള്ളത്.
അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്രയെന്ന് പറഞ്ഞു? 127. ഇനി ശ്രീലങ്കയുടേതൊന്ന് പഠിച്ചു വെക്കുക. 67 സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ 2 സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ദക്ഷിണേഷ്യയിൽ 1 സ്ഥാനത്തുള്ളത് ഭൂട്ടാനാണ്. ആഗോള സമാധാന സൂചിക ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2026 എന്താണ് 1 സ്ഥാനത്ത് വന്നിരിക്കുന്നത്? ഐസ്ലൻഡ് ആണെന്ന് പറഞ്ഞു. 2 സ്ഥാനത്ത് ന്യൂസിലൻഡ് ആണ്. 3 സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണ്. ആകെ 163 രാജ്യങ്ങളെയാണ് ഇതിൽ കണക്കെടുത്തിരിക്കുന്നത്. 163 രാജ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. അവസാന സ്ഥാനത്ത് വന്നിരിക്കുന്നത് റഷ്യയാണ്. ഏറ്റവും അവസാന സ്ഥാനത്ത് ഈ ഒരു ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് ഏത് രാജ്യമാണ്? റഷ്യയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടാലന്റിന്റെ ഒരു ബെസ്റ്റ് ഓഫർ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. LP-UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടീച്ചർ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഇതുവഴി നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധ്യമാക്കാൻ കഴിയുന്നതാണ്. നല്ല രീതിയിൽ പരിശീലിച്ചാൽ മതി. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക, നല്ല രീതിയിൽ പരിശീലിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് ഇതാണ്. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന C-34 ഡിജിറ്റൽ സുരക്ഷാ ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക, കാനഡയാണ് കേട്ടോ. എന്താണ്? കാനഡയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ എന്താണ്? മലേഷ്യയിൽ ഇതേപോലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു രാജ്യം കൂടി ഈ ഒരു ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ബില്ല് കാനഡയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ എന്താണ്? C-34 എന്നുള്ള ഈ ഒരു ബില്ലാണ്, അതായത് എന്താണ്? സേഫ് സോഷ്യൽ മീഡിയ ആക്ട് ആണ് എന്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? കാനഡയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. മാത്രമല്ല ഈ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിജിറ്റൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും അതേപോലെ ചാറ്റ് ബോട്ടുകളിലും എന്താണ് ഇത്തരത്തിലൊരു സുരക്ഷിതം ഏർപ്പെടുത്തുമെന്നാണ് ഈ ഒരു ബില്ല് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, അടുത്തിടെ ഈ ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന C-34 എന്നുള്ള ഈ ഒരു ഡിജിറ്റൽ സുരക്ഷാ ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 57ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് നോക്കുന്നത്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ് എന്താണ് 52ാമത് 2026 നടക്കുന്നത് 52ാമത് G7 ഉച്ചകോടിയാണ്. അപ്പോൾ ഇതിനെ ആതിഥേയത്വം വഹിക്കുന്നത്, വേദിയാവുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക? ഫ്രാൻസ് ആണ്. അപ്പോൾ G7 കൺട്രീസിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2026 വന്നിട്ടുള്ള G7 ഈ ഒരു രാജ്യം ഏതാണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക. മീറ്റിംഗിന്റെ രാജ്യം ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 52ാമത് ഉച്ചകോടിയാണ്, G7 ഉച്ചകോടിയാണ് 2026 നടന്നത്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഗുജറാത്തിൽ ബഹിരാകാശ നിർമ്മാണ കേന്ദ്രം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്? അപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ബഹിരാകാശ നിർമ്മാണ കേന്ദ്രം എന്താണ് സ്ഥാപിതമാവുകയാണ്. അപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ മാത്രം കണ്ടുവരുന്ന ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൂടി എന്താണ് ഇവിടെ വരികയാണ്. ഈ ഒരു ബഹിരാകാശ നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഥാപിതമാവുന്ന അഹമ്മദാബാദിലെ ഈ ഒരു ബഹിരാകാശ നിർമ്മാണ കേന്ദ്രത്തിൽ വരികയാണ്. അപ്പോൾ ഇതിലൂടെ എന്താണ് ചെറുകിട കമ്പനികൾക്കും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും ഈ ഒരു ബഹിരാകാശ മേഖലയിലേക്കുള്ള എൻട്രി കുറച്ചുകൂടി എന്താണ് എളുപ്പമാവുകയാണ്. അപ്പോൾ അവർക്കും ഇതിലൂടെ എന്താണ് വളരെയധികം ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു എന്താണ് ഈ ഒരു സെന്റർ ആണ് വരുന്നത്. എവിടെയാണ് സ്ഥാപിതമാകുന്നതെന്ന് ഓർത്ത് വെക്കുക? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇത്തരത്തിലൊരു സെന്റർ സ്ഥാപിതമാവുന്നത്. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടാലന്റിന്റെ സ്റ്റഡി മേറ്റ് ആണ്. അപ്പോൾ സ്കൂൾ ബുക്കുകൾ, അതായത് സ്കൂൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന സ്കൂൾ ഗൈഡും അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കും ടാലന്റ് സ്റ്റഡി മേറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓരോ ക്ലാസ്സിനും പ്രത്യേകം എന്താണ് സബ്ജക്റ്റ് അനുസരിച്ചാണ് ഈ ഒരു സ്റ്റഡി ഗൈഡ് വരുന്നത്. ഇത്തരത്തിൽ ഇതിന്റെ കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാഗും ഉൾപ്പെടെയാണ് ലഭ്യമാവുന്നത്. ഇനി വരുന്ന നമ്മുടെ SCRT പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ, സിലബസ് മാറിയിട്ടുള്ള ഈ SCRT പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു ബുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ടാലന്റ് സ്റ്റഡി മേറ്റിന്റെ ഈ ഒരു സ്റ്റുഡന്റ് ഗൈഡും സ്കൂൾ ഗൈഡും അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കും ഉടൻ തന്നെ സ്വന്തമാക്കുക. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോൺ, ഫ്ലിപ്കാർട്ടിലും അതേപോലെ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ഈ ഒരു സ്കൂൾ ബുക്ക് കിട്ടുന്നതാണ്. ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്. അടുത്തിടെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിൽ നിർമ്മിച്ച സൈനിക ഗതാഗത വിമാനം ഏതെന്നാണ്? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. C-295 എന്നുള്ള ഈ ഒരു വിമാനമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു? ഇതെന്താണ്? ഒരു സൈനിക ഗതാഗത വിമാനമാണ്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സൈനിക ഗതാഗത വിമാനവും കൂടിയാണ്. എന്താണ്? C-295 എന്നുള്ള ഈ ഒരു വിമാനം. ഈ ഒരു വിമാനത്തിന് 9000 കിലോഗ്രാമിൽ
അധികം ഭാരം വഹിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് മറ്റ് വിമാനങ്ങളെക്കാളും കൂടുതലായിട്ട് സൈനികരെയും അതേപോലെ ഉപകരണങ്ങളെയും ഒക്കെ വഹിക്കാനായിട്ട് ഈ ഒരു വിമാനത്തിന് കഴിയുന്നതാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള അടുത്തിടെ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള സൈനിക ഗതാഗത വിമാനം ഏതാണെന്ന് ഓർത്ത് വെക്കുക. C-295 എന്നുള്ള വിമാനമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ആരെന്നാണ്. അപ്പോൾ 2026 ലോകകപ്പിലെ ആദ്യത്തെ ഗോൾ നേടിയിരിക്കുന്ന വ്യക്തി ആരാണ്? ജൂലിയൻ ക്വിനോനസ് ആണ്. ആരാണ്? ജൂലിയൻ ക്വിനോനസ് ആണെന്നാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ 2026 ഈ ഒരു ഉദ്ഘാടന മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് മെക്സിക്കോയും അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു. അങ്ങനെ മെക്സിക്കോ താരമായിട്ടുള്ള ജൂലിയൻ ക്വിനോനസ് ആണെന്നാണ് ഈ ഒരു വേൾഡ് കപ്പിലെ 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മുടെ ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉദ്ഘാടന മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ ലഭിക്കുന്നത്. 3 റെഡ് കാർഡുകൾക്ക് വഴിയൊരുക്കുന്നത്. അങ്ങനെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 2 റെഡ് കാർഡ് കിട്ടി. സൗത്ത് ആഫ്രിക്കയ്ക്ക് 2 റെഡ് കാർഡും അതേപോലെ മെക്സിക്കോയ്ക്ക് 1 റെഡ് കാർഡുമാണ് കിട്ടിയത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്തുവെക്കുക, ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉദ്ഘാടന മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വരുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചതാരാണ്? മെക്സിക്കോയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഉദ്ഘാടന മത്സരം വിജയിച്ചത് മെക്സിക്കോയാണ്. ഇനി ആദ്യ ഗോൾ നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ജൂലിയൻ ക്വിനോനസ് ആണ്. മെക്സിക്കോ ടീമിലെ അംഗമായിട്ടുള്ള ജൂലിയൻ ക്വിനോനസ് ആണെന്നാണ് ഈ ഒരു ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ആരെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്പാൽ റാണയാണ്. ആരാണ്? ജസ്പാൽ റാണയാണ്. അപ്പോൾ നിരവധി തവണ നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഐറ്റം ഏതാണെന്നൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ തന്നെ നല്ലതുപോലെ പഠിക്കുക. ഷൂട്ടിംഗ് ആണ്. ജസ്പാൽ റാണ ഷൂട്ടിംഗ് താരമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. മാത്രമല്ല അദ്ദേഹം ഒരു ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാവുന്ന ഒരു താരമാണ്, ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ എന്നുള്ളത്. അപ്പോൾ മനു ഭാക്കറിന്റെ പരിശീലകനും കൂടിയായിരുന്നു ആരാണ്? ജസ്പാൽ റാണ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന് 1994 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. 1994 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2020 അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ മെഡൽ നേട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 9 ഗോൾഡ് മെഡൽ ഉൾപ്പെടെ ആകെ 15 മെഡലുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. 9 ഗോൾഡ് മെഡൽ ഉൾപ്പെടെ 15 മെഡലുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഏഷ്യൻ ഗെയിംസ് നോക്കുകയാണെങ്കിൽ 4 ഗോൾഡ് മെഡലുകൾ ഉൾപ്പെടെ 8 മെഡലുകളാണ് ആകെ നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2026 ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ആരാണെന്ന് ഓർത്തു വെക്കുക. ജസ്പാൽ റാണയാണ്. ഇനി നമ്മുടെ വരാനുള്ള PSC എക്സാമുകളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് SCRT പാഠഭാഗങ്ങൾ. അപ്പോൾ നമ്മുടെ അറിവിടം ബുക്കുകൾ നിങ്ങൾക്ക് SCRT പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടി വളരെ അധികം യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി അതെല്ലാം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ PSC എങ്ങനെയാണ് ഈ ഒരു SCRT പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാലന്റിന്റെ അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ SCRT പാഠഭാഗം നിങ്ങൾ എങ്ങനെ പഠിച്ചവരായിക്കോട്ടെ, വായിച്ചോ, ടെക്സ്റ്റ് വായിച്ചോ, അല്ലെങ്കിൽ അറിവിടം വായിച്ചോ, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചവരായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു ബുക്കാണ് ഈ ഒരു പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണിത്. 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയുന്നത്. സയൻസിനും സോഷ്യൽ സയൻസിനുമായിട്ടുള്ള ഒറ്റ ഒരു ബുക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള SCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ്, ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്ത ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് നോക്കിയത്. അപ്പോൾ രജിത് ദേവ് ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഔദ്യോഗിക ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഒരു മലയാളി കൂടിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു സൂചികയായിരുന്നു, ആഗോള സമാധാന സൂചിക, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2026 ആണ് നോക്കിയത്. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ്. 2ാം സ്ഥാനത്ത് ന്യൂസിലൻഡ് ആണ്. 3ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 127ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അതേപോലെ ശ്രീലങ്കയുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു, 67ാം സ്ഥാനത്താണ് ശ്രീലങ്ക ഉള്ളത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന C-34 ഡിജിറ്റൽ സുരക്ഷാ ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? കാനഡയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു വേദി നമ്മൾ നോക്കി, 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണെന്നുള്ള കാര്യം ഒന്ന്
നോട്ട് ചെയ്യുക. അപ്പോൾ 2026 നടക്കുന്നത് 52ാമത് G7 ഉച്ചകോടിയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബഹിരാകാശ നിർമ്മാണ കേന്ദ്രം സ്ഥാപിതമാവുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനി എന്താണ്, ചെറുകിട കമ്പനികൾക്കും അതേപോലെ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ ബഹിരാകാശ മേഖലയിൽ കൂടുതൽ എന്താണ് സമ്പർക്കം പുലർത്താനായിട്ട് സാധിക്കുന്നതാണ് ഇതിലൂടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിൽ നിർമ്മിച്ച സൈനിക ഗതാഗത വിമാനം ഏതെന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. C-295 എന്നുള്ള വിമാനമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു വിമാനത്തിന് എന്താണ് 9000-ലധികം കിലോഗ്രാം ഭാരം വഹിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മൾ നോക്കിയത് 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ആരെന്നാണ്. അപ്പോൾ മെക്സിക്കൻ താരമായിട്ടുള്ള ജൂലിയൻ ക്വിനോനസ് ആണെന്നാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലൂടെ, അതായത് ഈ ഒരു ഉദ്ഘാടന മത്സരത്തിൽ മറ്റൊരു റെക്കോർഡ് കൂടി വന്നിട്ടുണ്ട്. ഈ ആദ്യമായിട്ട് ഫിഫയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഉദ്ഘാടന മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വന്നിട്ടുണ്ടായിരുന്നത് 2026 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസമാരാണ് ജസ്പാൽ റാണയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പരിശീലകനും കൂടിയായിരുന്നു. മനു ഭാക്കറിന്റെ പരിശീലകനാണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട്. അതേപോലെ 2020 അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്തരിച്ചത് 2026 ജൂണിനാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ LGS PYQ ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. LGS എക്സാം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എക്സാം ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. ഇതിന് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ടാലന്റിന്റെ LGS PYQ ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ 30 സെറ്റുകളാണ് വരുന്നത്. അതിലൂടെ 3000 ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷനും 3000 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. PQ പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ബുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LGSന്റെ PYQ ബുക്കാണ്. ഇതിലൂടെ നമുക്കറിയാം ഈ ഒരു എക്സാമിൽ 60 മാർക്കോളം നമ്മുടെ PYQs ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് LGSന്റെ PYQ ബുക്ക്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏതെന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ A ആണ് പാമ്പാടും ചോല, ഓപ്ഷൻ B ഇരവികുളം നാഷണൽ പാർക്ക്, ഓപ്ഷൻ C തട്ടേക്കാട് പക്ഷി സങ്കേതം, ഓപ്ഷൻ D അഗസ്ത്യാർകൂടം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ബംഗളൂരുവിലെ കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹയായത് ആരെന്നാണ്. ഓപ്ഷൻ A സാറ ജോസഫ്, ഓപ്ഷൻ B നിംന വിജയ്, ഓപ്ഷൻ C R രാജശ്രീ, ഓപ്ഷൻ D അരുന്ധതി റോയ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്, വിനിമയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നായിരുന്നു. ചരിത്രം ഏതാണ്? ഓപ്ഷൻ A ആണ്, അസം ആണ് ഇത്തരത്തില് യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.